നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് മത്തങ്ങയാണ്. പന്തലില്ലാതെ നിലത്ത് പടർന്നു വരുന്ന ഒരു പച്ചക്കറി ഇനമാണ് ഈ മത്തങ്ങ. ജീവകം എ വളരെ സുലഭമായിട്ടുള്ള ഇത് വെള്ളരി വർഗത്തിലാണ് ഉൾപ്പെടുന്നത്. രൂപത്തിലും സ്വാദിലും ആകൃതിയിലുമൊക്കെ വ്യത്യസ്തതയുള്ള നിരവധി മത്തങ്ങ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നാടൻ ഇനം മുതൽ കാർഷിക ഗവേഷണ ഫലമായി അത്യുത്പാദന ശേഷിയുള്ള മത്തൻ ഇനങ്ങൾ വരെ ഇന്ന് സുലഭമായി നമുക്ക് ലഭിക്കുന്നതാണ്. കുക്കുർബിറ്റേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം കുക്കുർബിറ്റ മാക്സിമ എന്നാണ്. ഇംഗ്ലീഷിൽ പംകിൻ എന്ന് വിളിക്കുന്ന ഈ മത്തങ്ങയുടെ സംസ്കൃതത്തിലുള്ള നാമകരണം ബ്രഹ്മിതഫലം എന്നാണ്. വർഷമത്തൻ, വേനൽ മത്തൻ എന്നീ രണ്ട് ഇനങ്ങളിലാണ് മത്തങ്ങ കൂടുതലായി കാണപ്പെടുന്നത്. ഈ നാടൻ ഇനങ്ങൾക്ക് പുറമെ കേരള കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്ത അമ്പിളി, സുപർണ, സൂരജ്, സരസ് എന്നീ ഇനങ്ങളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. കേരളത്തിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് 4 സീസണുകളിലാണ് കൂടുതലായി മത്തൻ കൃഷി ചെയ്യപ്പെടുന്നത്. ജനുവരി, മാർച്ച്, ഏപ്രിൽ, ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഡിസംബർ എന്നീ കാലഘട്ടത്തിലാണ് മത്തന് കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ളത്. വർഷക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ മെയ് ജൂൺ മാസയളവിന് ശേഷം ഒരു 2-3 മഴയ്ക്ക് ശേഷമാണ് ഈ മത്തൻ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായിട്ടുള്ളത്. മത്തൻ ചെടിയുടെ തണ്ടിനും ഇലയും എല്ലാം രോമാവൃതമാണ്. ഇതിൻ്റെ ഇലയ്ക്ക് ഹൃദയാകാരമാണ്. തണ്ടിൽ നിന്നും പുറപ്പെടുന്ന സ്പ്രിങ് പോലെയുള്ള വള്ളികളുടെ സഹായത്തോടെയാണ് ഇത് പടർന്നു കയറുന്നത്. മത്തൻ കൃഷി ചെയ്യുന്ന സ്ഥലം നല്ലതുപോലെ കിളച്ച് അതിൻ്റെ കളകളൊക്കെ മാറ്റി തീയിട്ട് ആണ് ഇതിൻ്റെ വിത്ത് പാകാറുള്ളത്. മഴക്കാലത്ത് കൂന കൂട്ടിയും വേനൽക്കാലത്ത് തടം കെട്ടിയുമാണ് ഇത് കൃഷി ചെയ്യാറുള്ളത്. ഒരു 4 മുതൽ 5 വരെ വിത്തുകളാണ് ഒരു തടത്തിൽ നമ്മൾ പാവാറുള്ളത്. ഇതിൻ്റെ കുഴിയിൽ പച്ചില വളമോ ചാണകമോ മേൽമണ്ണുമായി കലർത്തിയാൽ ഇത് പെട്ടെന്ന് വളരുവാൻ സഹായിക്കുന്നതാണ്. മത്തൻ പൂവിടുമ്പോൾ തന്നെ നമുക്ക് ആൺപൂവും പെൺപൂവും തിരിച്ചറിയാൻ സാധിക്കും. രണ്ടിനും മഞ്ഞ നിറമാണെങ്കിലും പെൺപൂവിൻ്റെ താഴെ മത്തങ്ങ രൂപാന്തരപ്പെടും. പിന്നീട് പെൺപൂവ് കൊഴിഞ്ഞു പോവുകയും ആ മത്തങ്ങ വലുതായി പാകപ്പെടുകയും ചെയ്യും. ആൺപൂവിന് മത്തങ്ങ ഉണ്ടാവുകയില്ല. അത് ഈ ആൺപൂവ് നമ്മൾ തോരനായി ഉപയോഗിക്കാറുമുണ്ട്. മത്തനെ കൂടുതലായി ആക്രമിക്കുന്ന ഒരു ചുവന്ന കീടമാണ് കായീച്ച. ഇത് കായ്കൾ പൂവിടുമ്പോൾ തന്നെ ഇതിനെ നശിപ്പിക്കുമാറുണ്ട്. അതുപോലെ മൊസൈക്ക് എന്ന അസുഖവും മത്തൻ ചെടിയെ ബാധിക്കുന്നതാണ്. മത്തങ്ങ ഹലുവ, മത്തങ്ങ സൂപ്പ്, മത്തങ്ങ സ്ക്വാഷ്, മത്തൻ എലിശ്ശേരി എന്നിവയൊക്കെയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങൾ. മത്തങ്ങ ഇളം പ്രായത്തിൽ പച്ച നിറവും അത് പാകമാകുമ്പോൾ മഞ്ഞ മുതൽ ഓറഞ്ച് നിറത്തിലും കാണാവുന്നതാണ്. മത്തങ്ങ വളരെ മധുരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് നല്ലതല്ല. കഫവാതത്തെ വർദ്ധിപ്പിക്കുന്നതും ശോധനയെ ഉണ്ടാക്കുന്നതുമാണ്. മത്തങ്ങയുടെ വിത്ത് വറുത്ത് ദിവസവും സേവിക്കുകയാണെങ്കിൽ അത് രക്തസമ്മർദ്ദത്തെയും ഹൃദ്രോഗത്തെയും നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. മത്തങ്ങ കഴിച്ചാൽ മത്തങ്ങ പോലെ ആവുമെന്ന് പറയാം. ഇത് നല്ല ബ്രഹ്മണമാണ്, നല്ല പോഷകമെന്ന് പറയാം. അപ്പോൾ ഈ കുട്ടികൾ, തടിയില്ലാത്ത കുട്ടികൾക്ക് ദിവസേന മത്തങ്ങ നമ്മൾ വേവിച്ചിട്ട് അതിൽ ആ കുട്ടികളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പോ മധുരം എന്താ വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മത്തങ്ങ കൊണ്ട് ഈ വിരകിയിട്ട് ശർക്കര ചേർത്ത് ഹലുവ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നല്ലോണം തടിക്കും. പിന്നെ മത്തങ്ങയുടെ ബലം പറയുകയാണെങ്കിൽ അത് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതാണ്. പിന്നെ അതിൻ്റെ ഈ മത്തൻകുരുവാണ് അതിൽ ഔഷധത്തിൽ ഏറ്റവും കൂടുതൽ ഫലപ്രദം. അതായത് മത്തൻകുരു ദിവസേന പണ്ട് വറുത്ത് കഴിച്ചിരുന്നു. ഇടനേരത്തെ ചായക്ക് ഉണ്ടാകുന്ന പലഹാരമാണ് മത്തൻകുരും, അരിമണി മത്തൻകുരും വറുത്തത്. ഈ മത്തൻകുരു ഭയങ്കര ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. ഭയങ്കരമായിട്ട് വൈറ്റമിൻസും ഈ മൈക്രോ എലമെൻറ്റ്സ് ധാരാളം ഉണ്ട്. മാത്രമല്ല ഈ മൂത്രം ഒഴിഞ്ഞു പോകാനുള്ള ഒരു ഗുണം കൂടി ഈ മത്തൻകുരുവിനുണ്ട്. മത്തങ്ങ വെറുതെ കളയരുത്. മത്തങ്ങ ദിവസേന കഴിച്ചാൽ കുട്ടികൾക്ക് വളരെ നല്ലതാണ്.